ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊന്ന് നമ്മൾ കാർ ഫോർ സെല്ലിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പണിയൊന്നുമില്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാർ വാങ്ങി. കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് വാങ്ങിയ കാറാണിത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. മാത്രമല്ല നമുക്ക് ഡെയിലി ഇവൻറ്റിൽ കിട്ടിയതാണ് കേട്ടോ ഈ RC എന്ന് പറയുന്ന സാധനം. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെയാണ് ചെയ്താൽ. ഇതൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പെയിൻറ്റ് ഇങ്ങനെ തന്നെ. നമ്മൾ ഇത് ഫുള്ള് റിപ്പയർ ചെയ്ത് ഇറക്കിയിരുന്നു. എന്നിട്ട് വീണ്ടും എവിടേക്കൊക്കെ ഇടിച്ച് നമ്മളെ ബാക്കത്തെ ബമ്പറൊക്കെ ഒന്ന് ചിളങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഒരു വണ്ടി ഇനി നമ്മളെ ഷോറൂമിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് ഓക്കെ ഞാൻ കാണിച്ചു കേട്ടോ. വണ്ടിക്ക് വലിയ ഇതല്ല ഇവിടെ വീണ്ടും കാണിച്ചു കേട്ടോ. കാറ് കണ്ടോ, ബാക്കിൽ മാത്രം. അത് ഞാൻ എവിടെ കൊണ്ട് ഇടിച്ചതാണ്. അപ്പോൾ ഇനി വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാം കേട്ടോ. ഒച്ച കിണ്ണട്ടോ. ഓക്കെ അതല്ല, നമ്മളിൽ ടർബോൻ്റെ കിറ്റ് കയറ്റിയിട്ടുണ്ട്. ടർബോ എന്ന് പറയുന്ന ഒരു കിറ്റ് നമ്മൾ ഷോറൂമിൽ നിന്ന് കയറ്റിയിട്ടുണ്ട്. ഒച്ച സീന്. ടർബോ ടർബോ സീൻ കേട്ടോ. നമ്മളിവിടെ സെല്ല് ചെയ്യാനായിട്ട്, നമ്മളെ കടയിൽ സെല്ല് ചെയ്യാനായിട്ട് ഇതേ സെയിം സാധനം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് പോയി നോക്കി നോക്കാം. ഒച്ച ഭയങ്കര ഒച്ചയാണ്. ഇടിക്കല്ലേ. ഇടിച്ചില്ല, ജസ്റ്റ് വെച്ചിട്ടോ. പിടിച്ച്. ഓക്കെ, ഇതാണ് നമ്മൾ പെയിൻറ്റ് മാറ്റിയതാട്ടോ. അതിൻ്റെ പെയിൻ്റാണ് നമ്മൾ മാറ്റിയത്. ഇതുപോലെ ആക്കി റെഡ് കളർ. ഇത് നമുക്ക് ഇനി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ വിൽക്കാൻ വെച്ചിട്ടില്ല. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതിന് പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് നമുക്കിന്ന് 4 മണിക്ക് ലേലമുണ്ട്. നമുക്ക് ലേലത്തിന് വെച്ചാലോ? നമുക്കിന്ന് നേരെ അങ്ങോട്ട് പോലെ. വണ്ടീൻ്റെ എവിടെ ഇപ്പോൾ പണി കിട്ടിയത്? ഫ്രണ്ടിൽ 5%, ബാക്കിൽ 7%. ഒച്ച സീൻ കേട്ടോ. സീന് ഗിയർ മാറ്റുന്ന ഒച്ചയൊക്കെ സീനാട്ടോ. ടാക്സി. ഡ്രിഫ്റ്റ്. കറക്റ്റ് സ്ഥലത്ത് നമ്മൾ ഫ്യൂവൽ തരുന്നു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫ്യൂവൽ അടിക്കാൻ പറ്റുമല്ലോ. 300 റുപ്യൻ്റെ ഇനി ആകെപ്പാടുള്ള 300 റുപ്യാണ് നമുക്ക്. അല്ലാത്ത വെച്ചേട്ടോ. അല്ല, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ പൈസ വേണം. എന്തായാലും കാറ് വെക്കാം. ഇതിലേതേനു? ഇതല്ലേ? ഇതാണ്. നമ്മളതിൽ പൊടിയൊന്നുമില്ലല്ലോ. അപ്പം തന്നെ നമുക്കിനി കയറാൻ പറ്റുമോ? നല്ലതാ. ഇനി 5000 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങണം. നമ്മളടുത്ത് ഇവിടുത്തെ പൈസ ഇനി 5 മണി അല്ല, എത്ര മണിക്കാണ്? 4 മണിക്കാണ്. ഇനി 4 മണി ആവണ വരെ കാത്തിക്കണം. അപ്പം എന്തായാലും നമുക്ക്
വണ്ടി കേട്ടോ. കണ്ടു. എത്ര രൂപ കിട്ടും എന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ ഇരിക്കാൻ പറ്റണില്ലേ? നമുക്ക് ഡെയിലി ടിക്കറ്റ് എടുക്കണം. അതിന് 5000 റുപ്യാണ്. നമ്മളെ വണ്ടി എത്ര രൂപക്ക് വിൽക്കാൻ പറ്റും? 12000 റുപ്യ, 13000 റുപ്യ, 14000. ഓ 15000. എൻ്റെ മോനെ പൊളിച്ച് നിന്നോ. 15000 രൂപ കിട്ടി. നമുക്ക് വേഗം പോയിട്ട് ഡെയിലി ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. അണ്ണാ എത്ര? ഇപ്പോൾ 10000 റുപ്യായി. ഇനി നമുക്ക് ലേലം വിളിക്കാൻ നോക്കാം. ഓ 82000 റുപ്യ. പിന്നെ അടുത്ത പൈസ ഒന്നുമില്ല. എൻ്റെ പെണ്ണ് ഇത്രക്കൊക്കെ പോകണ്ടോ? ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. കൊള്ളാം. ഓ 1 ലക്ഷം കഴിഞ്ഞ് 75,000 സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ട് നിൽക്കണില്ലല്ലോ. എൻ്റെ പൊന്നോ. ഇതെന്താ നിൽക്കാത്തേ? ഓ 1,14,000 റുപ്യ. പോർഷ 911. ആ 4 ലക്ഷത്തിൽ നിന്നാണ് തുടക്കം. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്. $5 ലക്ഷം. ഒന്നും നിൽക്കും തോന്നില്ല. ഓ ജീപ്പ് ഇതിന് 1 ലക്ഷത്തിൽ നിന്ന് തുടക്കം. എൻ്റെ പൊന്നോ. ഈ ജീപ്പിലൊക്കെ 1 ലക്ഷം. നമുക്ക് പൈസ കിട്ടി. ഇനി നമുക്ക് പോവാം. നമ്മളെ കാട്ട് തുറക്കണം ഗൈസ്. നമുക്ക് നേരെ ഇനി നമുക്ക് മറ്റേ വണ്ടി എടുക്കുന്ന സ്ഥലത്തോട്ട് പോട്ടോ. സീനാട്ടോ. ഇരിക്കല്ലേ. ഓക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതെന്ത് പരിപാടിയാ? പക്ഷെ നമ്മൾ സ്ഥലത്തെത്തിയപ്പോൾ രാത്രിയായി. പക്ഷെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടേ. തൊട്ടടുത്ത് തന്നെ വീടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നിനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സാധാ പോലെ തന്നെ കാറ് വാങ്ങുക, കൊണ്ടുപോയി വെക്കുക. നമ്മൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. 15,000 റുപ്യ നമുക്ക് കിട്ടി. പൈസ എന്തായാലും നെക്സ്റ്റ് ഡേ ആയി. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.